എന്തുകൊണ്ടാണ് NRI സീരീസ് തുടങ്ങിയത്? മലയാളത്തിൽ ഇങ്ങനെ ഒരു NRIകൾക്ക് മാത്രമായി ഒരു സീരീസ് പലപ്പോഴും ഉണ്ടായിട്ടില്ല. താങ്കൾ എന്തുകൊണ്ടാണ് NRI സീരീസ് ആയി തുടങ്ങുന്നതെന്ന്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം, കച്ചവടം ചെയ്യാൻ നന്നായിട്ട് അറിയാം, കാശുണ്ടാക്കാൻ അറിയാം, വിദ്യാസമ്പന്നരായി നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പ്രവാസികളും. പക്ഷേ വരുന്ന വരുമാനം, അതായത് ഓരോ മാസവും ബിസിനസ് ചെയ്തായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്തായിക്കോട്ടെ, ഈ വരുന്ന വരുമാനത്തെ കൃത്യമായി വിനിയോഗിക്കാൻ അല്ലെങ്കിൽ അതിനെ വീണ്ടും വളർത്തിയെടുക്കാൻ പലപ്പോഴും പരാജയപ്പെടുന്നവരാണ് പ്രവാസികൾ. പൊതുവെ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ വളരെ പിറകിലാണ് മലയാളികൾ. ഇവരിൽ കുറച്ചുകൂടി പിറകിലാണ് ശരിക്കും പ്രവാസികൾ. നാട്ടിലെത്തുമ്പോൾ ആരെങ്കിലും നമ്മളെ കാണാൻ വരും. ഇവിടുത്തെ ഗൾഫിലെ പുയ്യാപ്പിളമാരുടെ പോളിസി എന്റെ കോടിപതി, മൂത്തുമേ സോപ്പിട്ട് നിന്നാ മതി. അവർ പറയുന്ന പല സ്കീമുകൾ, പ്രത്യേകിച്ച് ഇൻഷുറൻസ്, സേവിങ്, ഇങ്ങനെയുള്ള ശരിക്കും മനുഷ്യന് ആവശ്യമില്ലാത്ത പല സ്കീമുകളിലും പോയി പെടുകയും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും, അതായത് ക്യാഷ് വളരാൻ സാഹചര്യമില്ലാത്ത പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തിയവരാണ് ഒരുപാട് പ്രവാസികൾ. കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടായിരുന്നെങ്കിൽ ഇന്ന് നോക്കുമ്പോൾ ശതമാനത്തിൽ ഒരുപാട് കുറവുണ്ട്. എന്നാലും പൊതുവെ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ അല്ലെങ്കിൽ നിക്ഷേപം എവിടെ നടത്തണമെന്നും അല്ലെങ്കിൽ അസറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യത്തിൽ വളരെ പിറകിലാണ് പ്രവാസികൾ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പ്രവാസികളെ പഠിപ്പിക്കണം എന്ന ചിന്തയിൽ ആണ് NRI സീരീസ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് സേവിങ്ങിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാര്യം, ഞാൻ NRI സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ 3 വീഡിയോയും എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ വരുമാനം കൂട്ടാം, എക്സ്പെൻസ് എങ്ങനെ കണ്ടെത്താം, എക്സ്പെൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോയുടെ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിരന്തരം ഈ സേവിങ്ങിനെ പറ്റി മാത്രം പറയുന്നത്? ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഇത് വളർത്താനും ഇത് വിനിയോഗിക്കാനും ഇത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സേവിങ്ങിനെ പറ്റി മാത്രം സംസാരിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്. നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ വളരെ വിശാലമായി അല്ലെങ്കിൽ വളരെ അന്തസ്സായി ജീവിക്കുന്ന ഒരു പ്രവാസി സമൂഹത്തെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് ഒരു 20% മുകളിലേക്കില്ല. ബാക്കി 80% ആളുകളും ശരിക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയും മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുമാണ്. ഒരുപക്ഷെ നാട്ടിലൊരു വീട് വെച്ചിട്ടുണ്ടാവും, മുറ്റത്തൊരു കാറും വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതിനപ്പുറത്തേക്ക് അവർക്കൊരു സേവിങ്ങോ അവർക്കൊരു ബാങ്ക് ബാലൻസോ നാളെ ജോലി നഷ്ടപ്പെട്ടാൽ എന്തെന്ന ചോദ്യത്തിന് ഉത്തരവും ഇല്ലാത്തവരാണ് ഭൂരിഭാഗം പ്രവാസികളും. അതുകൊണ്ട് തന്നെയാണ് ഈ 80% എന്നുള്ള വലിയ സമൂഹത്തെ ആദ്യം നമുക്ക് സേവ് ചെയ്യാനും ബേസിക് ഫിനാൻഷ്യൽ നോളജ് നൽകണമെന്നുമുള്ള ചിന്തയുടെ പുറത്താണ് സേവിങ് മാത്രം ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കാശുള്ളവനെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനും അത് കൃത്യമായി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അവരെ പറ്റിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. പക്ഷേ ഈ സേവ് ചെയ്യാൻ പോലും ഒന്നുമില്ലാത്ത ആളുകളെ കൊണ്ട് സേവ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഒരു മാസത്തെ ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കാനും ഒരു എക്സ്പെൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും മെനക്കെട്ട് ഇറങ്ങുമെന്ന്. ആരെങ്കിലും ഒക്കെ മെനക്കെട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇവർ നാളെ സേവ് ചെയ്യണമെന്നുള്ള ചിന്ത പോലും ഇവരുടെ മനസ്സിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെയാണ് NRI സീരീസ് ആയി ഞാൻ തുടങ്ങിയപ്പോൾ അതിലെ പ്രധാനപ്പെട്ട 3 സീരീസിലും നിരന്തരം ഞാൻ സേവിങ്ങിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാശുള്ളവൻ്റെ മാത്രം പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് പേര് പുറത്ത് നിൽക്കുകയല്ലേ, അവരെയും കൂടി ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കണ്ടേ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി. 10% വരുമാനം പോലും സേവ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തെ ചേർത്ത് പിടിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു വലിയ ഉത്തരവാദിത്തത്തോടു തന്നെയാണ് NRI സീരീസിൻ്റെ 3 സീരീസിലും സേവ് ചെയ്യണം, സേവ് ചെയ്തേ പറ്റൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.